ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ നോമ്പിൻ്റെ 13-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ഉള്ളതായ ഈ യാത്രയിൽ നാം കേട്ടതായ വചനങ്ങൾ, ആരാധനകൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമായി തീർന്നിട്ടുണ്ടോ? ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ കൃപയിൽ വളർന്ന് ശോഭിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറെ ആഗ്രഹത്തോടെ, സ്വപ്നത്തോടെ വരുന്ന ഒരു പ്രമാണിയാണ്. അദ്ദേഹം നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. സാധാരണ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പ്രമാണിയായ മനുഷ്യൻ യേശു തമ്പുരാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു പ്രമാണി എന്നാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ചിട്ടയായി ചെയ്യുന്ന വ്യക്തിത്വം എന്നാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു, എന്തോ ഒരു കുറവ് എന്ന ബോധ്യം യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ ചോദ്യം ചോദിച്ചു വരാൻ കാരണമായത് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നാൽ കുറവ് നികത്തി നിത്യജീവൻ അവകാശമാക്കുവാൻ കർത്താവ് പറയുന്ന വ്യവസ്ഥ പ്രമാണിക്ക് സ്വീകാര്യമായിരുന്നില്ല. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നത്. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മറുപടി നൽകുന്നതായ യേശു കർത്താവിനെയാണ്. കൽപ്പനകളെ എല്ലാം അനുസരിക്കുവാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രമാണിയാവട്ടെ ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ തന്നെ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന മറുപടി നൽകുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നുണ്ട്, അപ്പോഴും യേശു പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട് എന്നത്. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് പകുത്തു നൽകുക. ഈ ഒരു കുറവിനെ അവൻ തിരിച്ചറിഞ്ഞിട്ടും അംഗീകരിക്കാതെ പോയ പ്രമാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ധനത്തെ അധികമായി മോഹിച്ച പ്രമാണി അതിദുഃഖിതനായി മടങ്ങിപ്പോവുകയായിരുന്നു. പ്രിയമുള്ളവരെ, തിന്മ ചെയ്യാതെ മാത്രം ജീവിക്കുന്നതല്ല പുണ്യജീവിതം എന്നത്. ആവോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധ്യമായി തീരണം. ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്നതിലല്ല, അതിൽ നല്ല കായ്ഫലം നമുക്ക് നൽകുന്നുണ്ടോ എന്നതിലാണ് കാര്യം. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നൽകുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ധനം നമ്മെ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകറ്റുന്നു. ധനത്തിൻ്റെ പിന്നാലെ പോകാതെ, നിക്ഷേപങ്ങൾ വാരിക്കൂട്ടാതെ അവനെ അനുഗമിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം ഇടയാകണം. തുടർന്നുള്ള ഭാഗം നോക്കുമ്പോൾ സൂചിക്കുഴലിലൂടെ ഒട്ടകം പോലും കടന്നു പോകാൻ സാധിക്കും, അത് എത്രയോ എളുപ്പം എന്നുള്ള ഈ ദൃഷ്ടാന്തം യേശു ഇവിടെ പറയുന്നത്, ഒരു പക്ഷേ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നാലും ധനികൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നുള്ള യേശു അടിസ്ഥാനമിട്ട് ഇവിടെ പറയുകയാണ്. പണം മാത്രമല്ല നിന്റെ
ധനം, നിനക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തും നിന്റെ സ്വത്തും സമ്പത്തുമാണ്. ഒരുപക്ഷെ ചിന്തകളാകാം, സൗഹൃദ ബന്ധങ്ങളാകാം. എന്നാൽ നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ അവയെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. സ്വപ്നങ്ങൾ കാണാൻ ഉള്ളത് മാത്രമല്ല, അത് നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരണം. എന്നാൽ ഏതൊരു മനുഷ്യനും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുവോ അവന് അതിന് സാധ്യം. മാനുഷികമായി ചിന്തിക്കുന്നവന് അത് അസാധ്യവുമാണ് എന്ന് തുടർന്നുള്ള ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു ഇവിടെ വലിയൊരു വാഗ്ദാനമാണ് നൽകുന്നത്. ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്നുള്ള വലിയ ഒരു വാഗ്ദാനം നമുക്കിവിടെ യേശു കർത്താവ് നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും നാം യേശുവിനെ അനുഗമിക്കുന്നവരായി തീരുവാനായിട്ട്, അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ഒരനർത്ഥവും ഭവിക്കുകയില്ല എന്ന് തിരുവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. പ്രയോറിറ്റി, നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോറിറ്റി, മുൻഗണന, ആദ്യസ്ഥാനം എപ്പോഴും അവന് നൽകുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഒരു പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്കുള്ള ഒരു ദൂരമാണുമല്ലോ നമ്മുടെ രൂപാന്തരമാകുന്നു ഈ നോമ്പിൻ്റെ കാലമെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ കാലത്ത്, ഈ യാത്രയിൽ എന്താണ് നമ്മുടെ കുറവെന്ന് മനസ്സിലാക്കി ആ കുറവിനെ നികത്തി നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഈ നോമ്പുകാലം അവിടുന്ന് ഇടയായി തീരട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്ന വീഴ്ചകളെ, ഈ കുറവിനെ ഒക്കെ മനസ്സിലാക്കി ആ കുറവിനെ എന്താണെന്ന് കണ്ടെത്തി അതിനെ നികത്തി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയായി തീരണമേ. ആ കുറവിനെ തിരിച്ചറിഞ്ഞ് നികത്തുവാനുള്ള കഴിവിനെയും കൃപയും പ്രാപ്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.